ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ജനമേജയൻ്റെ കഥ ഇട്ടിരുന്നു. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. വളരെ നല്ലൊരു കഥയാണ് മഹാഭാരതത്തിലെ. അതുപോലെ വൈകുന്നേരം ഭഗവത്ഗീതയുടെ അർജുന വിഷാദ യോഗയുടെ രണ്ടാമത്തെ ഭാഗം, നമ്മൾ ഇന്നലെ പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വൈകുന്നേരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ. അത് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നോട്ട് ബുക്കിൽ, ഗീതയുടെ ബുക്കുകളില്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഭഗവത്ഗീതയുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ നോട്ട് ബുക്ക് എടുത്ത് വെച്ച് അത് എഴുതി വെച്ച് പഠിക്കാം. അതല്ല, ഭഗവത്ഗീതയുടെ ബുക്കുകളുണ്ടെങ്കിൽ അറിയാൻ മേലാത്ത വാക്കുകളുടെ അർത്ഥം കുറിച്ച് വെച്ചും പഠിക്കാം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ഏകാദശി എടുത്ത എല്ലാവരും നാളെ ആ കൃത്യസമയത്ത് തന്നെ പാരണ വീടണം. പാരണ വീടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പിലത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പാരണ വീടണം. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏകാദശി എടുത്തു കഴിഞ്ഞ ആളുകൾക്ക് പ്രദോഷവ്രതം എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. 100% എടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ ഏകദൈവ വിശ്വാസികളല്ല. നമ്മൾ എല്ലാവരെയും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരിക്കലും ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നവർ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാതിരിക്കുന്ന ആളുകളല്ല. ദേവിയെ ഉപാസിക്കാത്തവരല്ല, അല്ലെങ്കിൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാത്തവരല്ല. നമ്മൾ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഏകമത വിശ്വാസികളല്ല. നമ്മൾ കാറ്റിനെയും പുല്ലിനെയും പുഴുക്കളെയും അല്ലേ, വായുവിനെയും കടലിനെയും പാറയെയും മലകളെയും എല്ലാത്തിനെയും, എന്തിനു പറയുന്ന ഒരു പുൽക്കൊടിയെപ്പോലും, പശുവിനെയും എല്ലാത്തിനെയും നമ്മൾ ദൈവാംശം കണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദൈവ വിശ്വാസികളല്ല. അതുകൊണ്ട് ഏകാദശി എടുത്ത എല്ലാവർക്കും പ്രദോഷമെടുക്കാം. അവർക്ക് എല്ലാവർക്കും നവരാത്രി വ്രതം എടുക്കാം, ഷഷ്ഠി വ്രതം എടുക്കാം. അതൊക്കെ ഓരോ മനുഷ്യരുടെയും ഇഷ്ടം. പിന്നെ ഓരോ മനുഷ്യർക്കും നമുക്ക് നമ്മളുടെ ഒരു ഇഷ്ട ദേവതകൾ കാണും. അവരോട് നമുക്ക് അല്പം കൂടുതലൊരു സ്നേഹമോ ഒക്കെ കാണും. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ വ്രതങ്ങളും നമുക്ക് എടുക്കാം. ഇനി വ്രതങ്ങൾ എടുക്കാൻ കഴിയത്തില്ലെങ്കിലും അതാത് ദിവസത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും വീട്ടിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കും സന്ധ്യയ്ക്ക്. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതാത് ദിവസത്തെ പ്രത്യേകത അനുസരിച്ചിട്ട് ആ ദിവസങ്ങളിൽ നമ്മൾ ആരെയൊക്കെ പ്രാർത്ഥിക്കണമെന്നുള്ളത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി ഏകാദശി എടുത്തു, പാരണ വീടി കഴിഞ്ഞിട്ട് വേണം പ്രദോഷം എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട്. അതായത് പ്രദോഷവ്രതത്തിൻ്റെ ഒരു വ്രത രീതി എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ, രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ വരെ, രാവിലെ മുതൽ സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം വ്രതം അവസാനിപ്പിക്കണം. അതായത് ഒരു പകൽ മുഴുവൻ ഉപവസിക്കണം എന്നതാണ് പ്രദോഷത്തിൻ്റെ ഒരു വ്രത രീതി. പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മരുന്ന് കഴിക്കുന്നവർ കാണും, ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ആളുകൾ കാണും, ഗർഭിണികൾ കാണും. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞതുപോലെ സ്വാത്വികമായ ആഹാരം, പഴങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കാം. പക്ഷേ രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മൾ നമ്മളുടേതായ ഒരു വ്രതനിഷ്ഠയിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രദോഷ സന്ധ്യയാണ് വളരെ പ്രാധാന്യം. പ്രദോഷ സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. അത് ശിവക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ വൈകുന്നേരം ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ 108 തവണ ജപിക്കാം. അതുപോലെ തന്നെ ശിവസഹസ്രനാമങ്ങളൊക്കെ ജപിക്കാം. അതൊക്കെ ജപിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കെടുത്തിയതിന് ശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പച്ചരിച്ചോറൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചോറ്, നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാതെ ഒരു ചമ്മന്തിയും മോരും ഒക്കെ കൂട്ടി കഴിക്കാം. ഇഞ്ചിയൊക്കെ ചേർത്ത് മോരും ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പം അത്രയും നേരം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറും. അത് സന്ധ്യയ്ക്ക് ശേഷമാണ് കഴിക്കേണ്ടത്. ഇനി ആഹാരം കഴിച്ചിട്ട് നമുക്ക് അസുഖവും മരുന്നും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പഴങ്ങളൊക്കെ കഴിച്ചിട്ട്, നിങ്ങൾക്ക് പകൽ മുഴുവൻ കരിക്കും വെള്ളമോ പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കാം. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മളുടെ വ്രതം അവസാനിപ്പിക്കുന്നത്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ ഒരു കരിക്ക് നേദിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നേദിക്കാനായിട്ട് കൊടുക്കുക. അത് അവിടുന്ന് സന്ധ്യയ്ക്ക് നേദിച്ചു തരും. അത് കഴിച്ചതിന് ശേഷം വേണം നമ്മുടെ വ്രതം അവസാനിപ്പിക്കാനായിട്ട്. വീട്ടിലാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഒരു കരിക്ക് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കരിക്ക് എടുത്ത് കുടിക്കാം. പഴങ്ങളും ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി ജോലിക്ക് പോകുന്നവരാണ്, അങ്ങനെ അവർക്ക് പ്രാർത്ഥിക്കണം, വ്രതമുണ്ട്, പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകാദശിയൊക്കെ എടുക്കുന്നത് പോലെ നമ്മൾ ശുദ്ധജലം കുടിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് വ്രതം മുടക്കാവുന്നതാണ്. അതുപോലെ തന്നെ
ഇനി ഇത് വ്രതമൊന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈകുന്നേരത്തെ ത്രിസന്ധ്യാസമയത്തെ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മഹാദേവനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഏകാദശി എടുത്തു കഴിഞ്ഞവർ പാരണ വീടാതെ ഒരു കാരണവശാലും പ്രദോഷ വ്രതത്തിലേക്ക് കടക്കരുത്. ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഏകാദശി എടുക്കുന്ന ആളുകൾ കറക്റ്റ് സമയത്ത് പാരണ വീടണം. പാരണ വീടി കഴിഞ്ഞാൽ അപ്പോൾ അത് രാവിലെയാണ് പാരണ വീടുന്നത് എങ്കിലും ത്രയോദശി ധൃതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാരണ വീടാം. പാരണ വീടിയതിന് ശേഷം നമ്മൾ പിന്നീട് ആ പാരണ വീടി നമ്മൾ ഭഗവാന്റെ അടുത്തു നിന്ന് കിട്ടുന്ന പ്രസാദം കഴിച്ച് നമ്മുടെ ഏകാദശി അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രദോഷത്തിലേക്ക് കടക്കാവൂ. അതല്ലാതെ ആ ഏകാദശിയും പ്രദോഷവും കൂടെ ഒന്നിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാം, പാരണ വീടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനല്ല, ഒരു കാര്യം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത വ്രതത്തിലേക്ക് കടക്കാവൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പ്രദോഷത്തിന് വ്രതം എടുക്കാതെ ആണ് നിങ്ങൾ പോകുന്നതെങ്കിലും വൈകുന്നേരം സന്ധ്യാസമയത്തെ പ്രാർത്ഥന, നമ്മുടെ ഭാരതത്തിലുള്ളവർ വൈകുന്നേരം 5:52 മുതൽ രാത്രി 8:28 വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ശിവക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഭഗവാന് ധാര നടത്താം. ബുധനാഴ്ച വരുന്ന പ്രദോഷത്തെ ബുധപ്രദോഷമെന്നാണ് പറയുന്നത്. ത്രയോദശി തിഥിയിലാണ് പ്രദോഷം വരുന്നത്. ഇതാണ് പ്രദോഷത്തെപ്പറ്റി പൊതുവേ പറയാനുള്ളത്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും നമ്മൾ പ്രദോഷ സന്ധിയിൽ പ്രാർത്ഥിച്ചാൽ. ഇനി നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് പ്രദോഷത്തിൻ്റെ കഥയൊക്കെ അറിയാം. ഇനി ആർക്കെങ്കിലും അറിയാൻ മേലെങ്കിൽ ഞാനൊന്ന് ലഘൂകരിച്ച് പറയാം. അതായത് നമ്മുടെ പാലാഴി മഥന സമയത്ത് എല്ലാവർക്കും അറിയാം, മന്ദരപർവ്വതത്തെ മത്തായിട്ടും വാസുകിയെ കയറായിട്ടും ഉപയോഗിച്ച് പാലാഴി മഥനം ചെയ്യുകയാണ്. ആ സമയത്ത് വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം വരികയും വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ണൊക്കെ ചുമന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് വരികയാണ് വാസുകിക്ക്. ആ സമയം തന്നെ അവിടെ നിൽക്കുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും യക്ഷകിങ്കരന്മാർക്കും ഒക്കെ കണ്ണൊക്കെ ചുവക്കുകയും അവർക്ക് ഛർദ്ദിക്കാൻ വരികയും തല കറങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കാളകൂട വിഷം ഛർദ്ദിച്ചാലുള്ള അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കിക്കും. അപ്പോൾ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിക്കും, ത്രിലോകം നശിക്കും. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും എല്ലാവരും കൂടെ ചെന്നിട്ട് മഹാദേവനെ ശരണം പ്രാപിക്കുകയാണ്. എന്താണ് ഇതിനൊരു വഴിയെന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കാളകൂട വിഷം തൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങുകയും ഇത് താഴേക്ക് ഒഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭഗവാൻ അത് കുടിക്കാനായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ വായിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പാർവതീദേവി വലിയ വിഷമത്തിൽ ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി കഴുത്തിന് കയറി പിടിക്കുന്നു. അങ്ങനെ ആ കഴുത്തിൽ ആ വിഷം ഉറയ്ക്കുകയും അങ്ങനെയാണ് ഭഗവാന് വിഷഖണ്ഡൻ അല്ലെങ്കിൽ നീലകണ്ഠൻ എന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഈ കാളകൂട വിഷം കഴിച്ചതിന് ശേഷം മഹാദേവന് ഭയങ്കരമായൊരു ക്ഷീണം തോന്നിയെന്നാണ് പറയുന്നത്. അങ്ങനെ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് ഭഗവാൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരു ഉറക്കത്തിലേക്ക്, ഒരു നിദ്രയിലേക്ക് പോകുന്നു, ഒരു മയക്കത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മയങ്ങിയിരിക്കുന്ന സമയത്ത് ഭഗവാൻ മയങ്ങുകയാണ്. അപ്പോൾ സകല ദേവാദിദേവന്മാരും യക്ഷകിങ്കരന്മാരും ഗന്ധർവന്മാരും എല്ലാവരും അവിടെ സന്നിഹിതരാവുകയും ഭഗവാന് കുഴപ്പമൊന്നുമില്ലാതെ വരണമെന്ന രീതിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ഏറ്റവും അവസാനം ഉറക്കം എഴുന്നേൽക്കുന്നു. ആ എഴുന്നേൽക്കുന്ന മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സന്ധ്യാസമയത്താണ് എഴുന്നേൽക്കുന്നത്. അത് ത്രയോദശി തിഥിയിലെ ഈ പ്രദോഷ സന്ധിയിലാണ് ഭഗവാൻ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം ഭഗവാൻ എഴുന്നേറ്റിട്ട് ഭഗവാൻ ആനന്ദ നൃത്തമാടിയെന്നാണ് പറയുന്നത്. അത് നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നൃത്തമാടിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാനെ നമ്മൾ പ്രദോഷ സന്ധിയിൽ പൂജിക്കേണ്ടുന്ന ഭഗവാന്റെ ആ ഭാവമെന്ന് പറയുന്നത് നടരാജഭാവമാണ്. ആ ഭാവത്തിൽ വേണം ഭഗവാനെ നമ്മൾ നാളെ പ്രദോഷ സന്ധിയിൽ ഭഗവാനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതായത് ഭഗവാന്റെ നടരാജ രൂപം ഭഗവാന് ധാര ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രദോഷ സന്ധ്യയിൽ ഈ സകല ദേവീദേവന്മാരും നമ്മുടെ ശിവക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം ആ ശിവക്ഷേത്രത്തിൽ ഉണ്ടാകും. അവരെല്ലാവരും ഭഗവാനെ ആ സമയത്ത് പ്രകൃതീകരിക്കുകയാണ്. അപ്പം നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ എല്ലാ ദേവീദേവന്മാരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പാർവതീദേവി ഭർത്താവ് ഒരു പ്രശ്നവുമില്ലാതെ ഉണർന്ന് എഴുന്നേറ്റ് വന്ന ആ ഒരു സന്തോഷത്തിലാണ് വിഘ്നേശ്വരനും വേലായുധസ്വാമിയും പാർവതീദേവിയും അതുപോലെ തന്നെ സകല ദേവീദേവന്മാരും. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം എല്ലാവരും വലിയ സന്തോഷത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രദോഷ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. 5:52 മുതൽ 8:28 വരെയുള്ള ആ മഹത്തായ സമയത്ത് നമുക്ക് ഭഗവാനെ പരമാവധി സമയം പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കാം. ശിവസഹസ്രനാമങ്ങൾ ജപിക്കാം. അതുപോലെ തന്നെ
മറ്റ് നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ തന്നെ ജപിക്കാം. എല്ലാ ദേവീ ദേവന്മാരെയും ആ സമയം പ്രാർത്ഥിക്കാം. ഇതാണ് പ്രദോഷത്തിൻ്റെ കഥയും പ്രദോഷത്തിൻ്റെ വ്രതരീതികളും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭഗവത്ഗീത നിങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കേൾക്കണം. വളരെ വ്യക്തമായിട്ട് ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ പാരണ വീടുക. അതുപോലെ തന്നെ നാളെ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയിൽ മഹാദേവനെ പ്രത്യേകമായി ഉൾപ്പെടുത്തുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഹരേ കൃഷ്ണ.